നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. അതല്ല എങ്കിൽ ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്ന ആളിന് നീ തലകുനിച്ചു കൊടുത്തേ പറ്റുമോളെ. ഇനി എതിര് പറയാൻ പറ്റില്ല. നോക്കു സുന്ദരി, ശരത്തിന്റെ കേസ് വിട്ടുകളയാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തുകൊണ്ടും നിനക്ക് ചേരുന്ന ആളാ ശരത്ത്. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ ആലോചിച്ച് തീരുമാനിക്കും. നീയൊന്ന് ജീവിച്ചു കാണാനുള്ള കൊതി കൊണ്ടാ മോളെ അച്ചമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്. വിവരക്കേടായി പോയെങ്കിൽ, തെറ്റായി പോയെങ്കിൽ, നിനക്ക് ശരത്തിനും അതിന്റെ പേരിൽ വിഷമമായെങ്കിൽ ഈ വയസ്സിൽ തള്ളയോടെ അങ്ങ് ക്ഷമിച്ചു കള. നോക്കു സുന്ദരി, വരും വരായികൾ പറഞ്ഞു തരാനും ഉപദേശിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷേ തീരുമാനം നിന്റേതായിരിക്കണം. ആലോചിച്ച് മാത്രം ഒരു തീരുമാനം എടുക്കാൻ എന്തു വേണോന്ന്. ഒന്ന് വിളിച്ചാലോ? വിളിക്കണോ? അല്ലെങ്കിൽ വേണ്ട, വിളിക്കണ്ട. വേണ്ട, അങ്ങോട്ട് വിളിച്ചാ സാർ എന്ത് വിചാരിക്കും?
ഇന്നൊന്ന് കാണാൻ പറ്റൂ? ദേ, താൻ ഇങ്ങനെ വടി വിഴിഞ്ഞ പോലെ നിൽക്കാതെ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാടോ. ഐഡിയ ഒന്നേ ഉള്ളൂ സാർ, സുന്ദരിയുടെ കല്യാണം മുടക്കണം. ദേ, ഒരൊറ്റ വീക്ക് വെച്ചാലുണ്ടല്ലോ, സുന്ദരിയുടെ കല്യാണം മുടക്കുന്നതിന് പറ്റിയൊരു ഐഡിയ അല്ലേ ഞാൻ ചോദിച്ചത്. ഇപ്പൊ കല്യാണം മുടക്കണമെന്ന്. அதாவது சார் ஒரு காரியம் மனசிலாக்கணும். இப்ப சுந்தரி ஒரு பெரிய IAS ஆபீசர். கல்யாணம் கூடி கழிஞ்சா அது டபுள் ஆகும். മിസ്റ്റർ ശരത്ചന്ദ്രൻ ഹസ്ബൻഡ് ആവുമ്പോ ബ്രില്യന്റ് ആയ 2 IAS ഓഫീസേഴ്സ് ജോയിൻ ചെയ്യാം. അവർ വലിയ പവർഫുൾ ആയിരിക്കും സാർ. മണ്ണാങ്കട്ട. എടോ സുബ്രു, ഞാൻ മലയാളത്തിലല്ലേ തന്നോട് പറഞ്ഞത്, ഒരു കാരണവശാലും ശരത്ചന്ദ്രൻ സുന്ദരിയുടെ കഴുത്തിൽ താലി കെട്ടരുത്. സുന്ദരി സുഖമായി ജീവിക്കുന്നത് കാണേണ്ടി വരുന്നതിലും ഗതികേടും ശിക്ഷയും വേറെ ഉണ്ടാവൂടോ എന്റെ ജീവിതത്തില്? സത്യം, നിജമാ സാർ சொன்னது. ഉഗ്രൻ തന്ത്രങ്ങൾ ഇറക്കണം, അല്ലെങ്കിൽ ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും സത്യം. ഞാൻ சொன்னது இதுதான் സാർ. ഇപ്പോ സുന്ദരിയായിട്ടുള്ള ഫൈറ്റിന് സാർ തനിച്ച ഒരു സപ്പോർട്ടിന് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ അല്ലേ സാർ? സപ്പോർട്ടോ? അതിനിവിടെ ആരിയിരിക്കുന്നു? ഇവിടെ ഇരിപ്പുണ്ട് സാർ. സുന്ദരി എന്ന സാറിന്റെ ശത്രുവിന്റെ വേറൊരു ശത്രു, ഡയാന മാഡം. ശത്രുവോടെ ശത്രു മിത്രം നല്ലേ സാർ? ഡയാന മാഡവുമായിട്ട് നമുക്കൊരു മീറ്റിംഗ് വെച്ചാലോ? ശത്രുവിന്റെ ശത്രുവായാലും ശരി, മിത്രത്തിന്റെ മിത്രമായാലും ശരി, വിളിക്കവളെ. ഇന്ന് എന്നെ കാണണം ഡയാനെ. ഓക്കെ സാർ. കാണണമെന്ന് പറഞ്ഞിട്ട് സാറൊന്നും പറഞ്ഞില്ല. കാണണമെന്ന് സുന്ദരി മെസ്സേജ് ഇട്ടിരുന്നു. സുന്ദരി തന്നെ പറയും. ഞാനെന്ത് പറയാനാ? എന്തു പറയാൻ വേണ്ടിയാ കാണണമെന്ന് പറഞ്ഞത്? പറയാനല്ല, പറയുന്നത് കേൾക്കാനാ. സാറ് പറയും. ഞാനെന്ത് പറയാനെന്ന സുന്ദരിയുടെ വാചകം തന്നെ കടമെടുക്കേണ്ടി വരും എനിക്ക്. വഴക്ക് പറയാലോ. എന്തിന്? അച്ഛമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതിന്. തെറ്റുകൾക്കല്ലേ വഴക്കിന്റെ പിണക്കത്തിന്റെ ആവശ്യമുള്ളൂ. എന്റെ വശത്തെന്ന് ചോദിച്ചാ അച്ഛമ്മ പറഞ്ഞത് ഒരു വലിയ ശരിയാ. സുന്ദരിയുടെ മനസ്സ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. അച്ഛമ്മ അങ്ങനെ പറഞ്ഞത് ഇഷ്ടമായില്ല അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോ
ഇഷ്ടമായിന്നാണോ? എന്നെയും ആ മറുപടി എനിക്ക് കേൾക്കേണ്ടത്. ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ.